ഷെലിൻസ് കിച്ചൺ ആണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സേമിയ മിൽക്ക് ഹൽവയാണ്. പാനിലേക്ക് 1/2 ലിറ്റർ പാലൊഴിക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പം പാൽ നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഈ 1/2 ലിറ്റർ പാല് വറ്റിച്ച് 1.5 ഗ്ലാസ് ആക്കേണ്ടതാണ്. ഒരു പിഞ്ച് കുങ്കുമപ്പൂ ചേർക്കാം. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പാലിന്റെ ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നല്ല ടേസ്റ്റുമായിരിക്കും കുങ്കുമപ്പൂ ഇടുമ്പോൾ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടി ഒന്ന് വറ്റാനുണ്ട്. പഞ്ചസാരയും കൂടി ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ നല്ല കുറുകി വരുന്നുണ്ട് പാല്. ഇപ്പൊ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. പാല് ഒരു 1.5 കപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. 15 കാഷ്യൂനട്ടും ഒരു 10 കിസ്മിസും ഇടാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ആ സെയിം പാനിലേക്ക് തന്നെ 1.5 കപ്പ് സേമിയ ചേർക്കാം. ഇത് ഞാൻ വറുത്ത സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ സാധാരണ സേമിയ ആണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പൊ ഒരു 2 മിനിറ്റ് ഇത് സോട്ടായിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കോക്കനട്ട് പൗഡർ ചേർക്കുകയാണ്. കോക്കനട്ട് പൗഡർ ഇല്ലെങ്കിൽ 1 കപ്പ് ചിരവിയ തേങ്ങ ഒരു 5 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാലൊഴിക്കാം. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ച കാഷ്യൂനട്ടും കിസ്മിസും ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇപ്പം നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വരുന്നുണ്ട്. ആവശ്യമാണ് തോന്നുവാണെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. ഒരു 6 ഏലക്കയുടെ തൊലി കളഞ്ഞത് പൊടിച്ച് ചേർത്തിരിക്കുകയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മളുടെ പാനിൽ നിന്ന് വിട്ടുവരുന്ന ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പാകം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ആ ഹൽവ ചേർക്കാം. നമുക്ക് നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ലെവൽ ചെയ്ത് നമ്മൾ 1 മണിക്കൂർ മാറ്റി വെക്കണം. ഇപ്പൊ നല്ലതായിട്ട് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ഹൽവ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മുറിച്ചെടുത്തപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ സ്ക്വയർ പീസ് ആയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണിത്. നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.